യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുന്നത് മാതാപിതാക്കൾ തങ്ങളോട് പറഞ്ഞ സമ്മാനങ്ങളെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച പാർട്ടി അവർ നൽകിയ വാഗ്ദാനങ്ങളെ പാലിക്കപ്പെടുന്നത് നോക്കിയിരിക്കുന്ന ജനം. തങ്ങളോട് വാക്ക് പറഞ്ഞത് നിവൃത്തിയാകുന്ന നിമിഷങ്ങളെ കാത്തിരിക്കുന്നവർക്ക് എക്കാലത്തും ചിലപ്പോൾ അത് കണ്ട് സന്തോഷിക്കാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവായ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറ്റം വരികയില്ല. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ രാത്രിയിൽ കർത്താവ് ദർശനത്തിലൂടെ പൗലോസിനോട് ചിലത് പറഞ്ഞു. കൊരിന്തിലായിരിക്കുമ്പോഴാണ് ഈ ദൈവശബ്ദം പൗലോസ് കേട്ടത്. ഇത് നിവൃത്തിയായോ? ദൈവം വാക്ക് പാലിച്ചോ എന്നത് നമുക്കിന്ന് നോക്കാം. എന്താണ് കർത്താവ് പറഞ്ഞത്? നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. താനായിരുന്ന പട്ടണങ്ങളിലെല്ലാം യഹൂദന്മാരാൽ താൻ പീഡിപ്പിക്കപ്പെട്ടു, കയ്യേറ്റം ചെയ്യപ്പെട്ടു, കാരാഗ്രഹത്തിലകപ്പെട്ടു. അവിടെ നിന്നൊക്കെയും രക്ഷപ്പെട്ട് ഓടി. കർത്താവ് പറഞ്ഞതനുസരിച്ച് 1.5 വർഷമായി ഇപ്പോൾ കൊരിന്തിൽ പാർക്കുന്ന പൗലോസിന് ഇങ്ങനെയൊരു വാഗ്ദത്തം കർത്താവിൽ നിന്ന് കിട്ടി. ഈ പട്ടണത്തിൽ അങ്ങനെ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഈ ഉറപ്പ് മറ്റാരുമല്ല, കർത്താവ് നേരിട്ട് തന്നോട് പറഞ്ഞതാകയാൽ നീണ്ട വർഷം അവിടെ പാർത്ത് പട്ടണത്തിൽ ദൈവം തനിക്കായി വേർതിരിച്ച ജനത്തിനു വേണ്ടി പൗലോസ് ശുശ്രൂഷ ചെയ്തു. 1.5 വർഷം വരെ ഒരു പ്രയാസവും തനിക്കുണ്ടായില്ല. എന്നാൽ 12-ാം വാക്യത്തിൽ താൻ ചില യഹൂദന്മാർ കാരണം ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വന്നു. ഗല്ലിയോൻ എന്ന ദേശാധിപതിയുടെ മുമ്പിലാണ് താനിപ്പോൾ. തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട റോമൻ ഉദ്യോഗസ്ഥനായിരുന്നു ഗല്ലിയോൻ. കൊരിന്തിലെ അഗോറയിലെ ഉയർന്ന വേദിയായ ബേമയിൽ താനിപ്പോൾ വിചാരണ ചെയ്യപ്പെടുകയാണ്. എന്തായിരുന്നു അവർ തൻ്റെ മേൽ ചുമത്തിയ കുറ്റം? ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. പൗലോസ് എന്തെങ്കിലും പറയുവാൻ വായ് തുറക്കുവാൻ ഭാവിച്ചപ്പോൾ ഗല്ലിയോൻ സംസാരിച്ചു തുടങ്ങി. പൗലോസ് എവിടെ വാ തുറക്കണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ട്. ഇത്രയും കേട്ടപ്പോൾ തന്നെ നമുക്കും സംശയം തോന്നാം. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷം വരുത്തുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടും ഇപ്പോൾ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവം പറഞ്ഞത് കള്ളമായില്ലേ? എന്നാൽ ഗല്ലിയോൻ എന്താ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആണ് ഈ മനുഷ്യനെതിരെ നിങ്ങൾ ഉന്നയിച്ചതെങ്കിൽ ഞാൻ ക്ഷമയോടെ കേട്ട് അതിന് തീർപ്പ് കൽപ്പിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മനുഷ്യന് നേരെയുള്ള ആരോപണം നിങ്ങളുടെ ന്യായപ്രമാണവും വചനവും നാമങ്ങളും സംബന്ധിച്ചുള്ള തർക്കമാണ്. ഞാനൊരു റോമൻ ദേശാധിപതിയായിരിക്കെ എനിക്കിതിനകത്ത് വേണ്ട വിധി പറയാൻ കഴിയുകയില്ല. ഇങ്ങനെയുള്ളവ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ പരിഹരിച്ചുകൊള്ളുവിൻ. എന്ത് മനസ്സിലായി? യഹൂദന്മാരാൽ അടിക്കടി പൗലോസിനുണ്ടായ പോരാട്ടത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വാക്ക് പൗലോസ് കേൾക്കുന്നത്. ഗല്ലിയോന് വാസ്തവത്തിൽ യഹൂദ മതവും ക്രിസ്ത്യാനിത്വവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി കാണില്ല. അദ്ദേഹം നോക്കിയപ്പോൾ 2 കൂട്ടരും യഹൂദന്മാരാണ്. തർക്കിക്കുന്നതും ആരോപിക്കുന്നതും ന്യായപ്രമാണം സംബന്ധിച്ചും. ഇതൊന്നും തനിക്ക് പരിഹരിക്കാനുള്ള അധികാരവുമില്ല, ജ്ഞാനവുമില്ല. എന്നാൽ ഈ കോടതി ഇങ്ങനെയുള്ള തർക്കങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ട സ്ഥലമല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ മതപരമായ കാര്യങ്ങൾ പരിഹരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കടക്ക് പുറത്ത് എന്ന വാക്ക് നമുക്ക് ഒക്കെ പരിചയമുണ്ട്. 16-ാം വാക്യം അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? വായിച്ചു നോക്കിക്കേ. അവരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി. കോടതിയിൽ ഞെട്ടിപ്പോയ പൗലോസിന്റെ മുഖമൊന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ. പ്രിയ ദൈവ പൈതലേ, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മാറ്റമില്ല. നിനക്കെതിരായി കള്ളക്കേസ് ചമച്ചവർ ലജ്ജിക്കത്തക്ക രീതിയിൽ ദൈവത്തെ അറിയാത്ത ജാതികളുടെ വായിൽ നിന്ന് നിനക്കനുകൂലമായൊരു വിധി പുറപ്പെടാൻ സമയമായി. എന്നാൽ ഇത്രയും കൊണ്ട് അവസാനിക്കുവാൻ ഗ്രന്ഥകാരനായ ലൂക്കോസ് തുനിഞ്ഞില്ല. ഒരു വാക്യം കൂടി അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുറത്താക്കപ്പെട്ടവർ എല്ലാവരും പള്ളിപ്രമാണിയായ സ്വസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചുവെന്ന്. ആരാണ് ഈ സ്വസ്തനേസ്? പള്ളിപ്രമാണിയായിരുന്നു അദ്ദേഹം. തനിക്ക് മുമ്പുണ്ടായിരുന്ന ക്രിസ്പോസ് സകല കുടുംബത്തോടും ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു എന്ന് ഈ അധ്യായത്തിന്റെ തുടക്ക ഭാഗങ്ങളിൽ നാം കണ്ടിരുന്നു. ക്രിസ്പോസിന് ശേഷം വന്ന പള്ളിപ്രമാണിയായിരുന്നു സൊസ്തനേസ്.
സൊസ്തനേസും സംഘവുമാണ് ഗല്യോന്റെ അടുക്കൽ പൗലോസിനെയും കൊണ്ട് വന്നത്. ഇന്നും ഇതുപോലെയുള്ള പള്ളിപ്രമാണികൾ നമുക്കിടയിലുണ്ട്. സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് തന്നെ പരിഹരിക്കാതെ ലോക കോടതികളിൽ കേസും വഴക്കുമായി പോകുന്നവർക്കുള്ള പാഠമാണ് സൊസ്തനേസ് നമുക്ക് നൽകുന്നത്. ആ ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവൻ അടികൊണ്ടു. കേസ് തള്ളിപ്പോയതിനാൽ നിരാശരായ ജനം അയാളെ കയ്യേറ്റം ചെയ്തു. അടി കൊള്ളേണ്ടവന് തന്നെ കിട്ടി. ചരിത്രം പറയുന്നു, പൗലോസും ക്രിസ്പോസും അടികൊണ്ട് അവശനായി കിടന്ന സൊസ്തനേസിനെ ചെന്ന് കണ്ട് മുറിവുകളെ കെട്ടി അവനോട് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞു. പിന്നീട് അവൻ ക്രിസ്തുവിന്റെ ശിഷ്യനായി മാറി. വചനത്തിന് ഇതിന് തെളിവുണ്ടോ? ഉണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസും സഹോദരനായ സൊസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത് എന്ന്. ചിലരൊക്കെ അടി കിട്ടിയാൽ മാത്രമേ യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ, ഹൃദയം തുറക്കുവാൻ സാധിക്കൂ. ഇനി ഇദ്ദേഹം മാത്രമാണോ രക്ഷയിലേക്ക് ആ പട്ടണത്തിൽ നിന്ന് വന്നത്? ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് പറഞ്ഞതും അവിടെ നിവൃത്തിയായി. പൗലോസ് റോമാക്കാർക്ക് ലേഖനം എഴുതിയത് കൊരിന്തിൽ വെച്ചായിരുന്നു. റോമാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, പട്ടണത്തിലെ ഭണ്ഡാര വിചാരകനായ എരസ്തോസും രക്ഷയിലേക്ക് വന്നു എന്ന്. ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ് എന്ന് പൗലോസിന് നമുക്കും ഉറപ്പുണ്ടാകാൻ ഈ വാക്യങ്ങളിലൂടെ, ഈ പഠനത്തിലൂടെ സഹായകമായി. കർത്താവ് എപ്പോഴും തൻ്റെ വാക്ക് കാത്തുകൊള്ളും എന്ന ഉറപ്പോടെ ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.